ഇവർ വെതറൽ സീരിയലിന്റെ പുതിയ ഭാഗത്തിലെ അഞ്ജന റോയി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭൂമി ഞെട്ടിപ്പോവാട്ടോ. ഇത് വേറൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനപ്പുറമുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെന്നുള്ളത് ഉറപ്പാ. എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി അഭിനയിച്ച് അജയ് സാറെ വിവാഹം ചെയ്യാൻ പോവാണ്. മറ്റൊരാളായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചാ ഇവൾ അജയ് സാറിന്റെ ഭാര്യയാവാൻ പോകുന്നത്. എന്തൊരു വഞ്ചന ഇത്! ഭൂമിക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവരെ അവിടുന്ന് കെട്ടിപ്പിടിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവര് ആ ബൈക്കിൽ കയറി പോകൂട്ടോ. റോയിനെ കെട്ടിപ്പിടിച്ചായിരിക്കുന്നത്. ഭൂമിക്ക് ഇതൊന്നും കണ്ടിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാത്രിയിൽ ഭൂമി വീട്ടിലെത്തി കഴിഞ്ഞാല് ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു സമാധാനക്കേട്. അജയ് ആണെങ്കിൽ തന്നെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം മറ്റേ ആ പൈസക്കാരൻ മോശമായി പെരുമാറിയപ്പോൾ അജയ് ഇടപെട്ടതും അങ്ങനെ ഭൂമിക്ക് സംരക്ഷണമൊക്കെ നൽകിയ ഒരാൾക്ക് ഒരു ചതി പറ്റാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനമില്ല. അച്യുതന്റെ ഫോട്ടോ നോക്കിയിട്ട്, അച്ഛാ ഞാനിന്ന് അജയ് സാറോട് അഞ്ജനയുടെ വിവാഹം മുടക്കി വിവാഹ നാടകം കളിക്കില്ലെന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, കാരണം അവരുടെ വിവാഹം ഉറപ്പിച്ചതാണല്ലോ. പക്ഷെ ഞാൻ ഇന്ന് കണ്ടത് സത്യമാണെങ്കിൽ അജയ് സാറ് അഞ്ജനയെ വിവാഹം കഴിച്ച ആ മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്നു. അഞ്ജനയോട് ഞാൻ സഹതാപം കാണിക്കണോ? എന്റെ തീരുമാനം ഞാൻ മാറ്റണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞൊരു സമാധാനം ഇല്ലാണ്ട് നിൽക്കുകയാണ് ഭൂമി കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ അഞ്ജനയുടെ കല്യാണത്തിന്റെ ആഭരണങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചുള്ള സംസാരം കേട്ടോ. അപ്പോഴായിരിക്കും അജയ് വരുന്നത്. നീ വന്നോ, നമുക്ക് ആഭരണങ്ങളൊക്കെ എടുക്കാൻ പോണ്ടേ, നീയും കൂടെ വാ, കാര്യങ്ങളൊക്കെ സംസാരിക്കും, ഇവിടെ ഇരിക്കടാ എന്ന് പറയുമ്പോൾ അജയ് പറയും, നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞേ അജയ് പോട്ടോ. മാധവൻ പറയും, ഒരു കാര്യത്തിൽ നീ എന്താ ഇടപെടാത്തത്? അജയ് ഒന്നും മിണ്ടുന്നില്ല. ഭവനിക്കും മുഹൂർത്ത സമയത്ത് നീ അവിടെ ഉണ്ടാവില്ലോ. മുത്തശ്ശി പറയും, അതിനെ കാണൂ. അങ്ങനെ അജയ് മുകളിലേക്ക് കയറി പോകുമ്പോൾ അഞ്ജന അങ്ങോട്ട് വരാട്ടോ. അഞ്ജന ഇങ്ങനെ സ്നേഹത്തോടെ അജയുടെ കൈ പിടിച്ചിട്ട് പറയും, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്ത് അജയ് അവിടുന്ന് കൈ തട്ടി മാറ്റി പോകട്ടോ. പിന്നാലെ തന്നെ സംഗീതയും അജയുടെ അടുത്തേക്ക് പോവാണേ. അപ്പോഴായിരിക്കും അഞ്ജന വന്നിട്ട്, മുത്തശ്ശി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടോ. അപ്പം മുത്തശ്ശിക്കും, സ്വർണ്ണം എടുക്കാൻ പോണ്ടേ, നീ ഇതെങ്ങോട്ടാ? ഞാൻ പെട്ടെന്ന് വരും, വന്നിട്ട് പോവും മുത്തശ്ശി എന്ന് പറഞ്ഞ് അഞ്ജന അവിടുന്ന് ഇറങ്ങാം. ഇവളിത് എങ്ങോട്ടാ പോകുന്നേ എന്ന് പറഞ്ഞ് ഭവാനിയും പിന്നാലെ പോവും. ഇത് കണ്ട മുത്തശ്ശി പറയും, ചെറുക്കൻ എന്താ അങ്ങോട്ട് പോയി, ഇങ്ങോട്ടും, അവരുടെ അമ്മമാര് പിന്നാലെയും. കല്യാണം കഴിയട്ടെ, എല്ലാത്തിനെയും ചട്ടുകം പഴിപ്പിച്ച് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവര് ചിരിക്കുക. ശേഷം അഞ്ജനയുടെ പിന്നാലെ ഭവാനി ചെന്നിട്ട്, നീ ഇതെങ്ങോട്ടാ? അഞ്ജന പറയും, ഞാൻ ഭൂമിയെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോവാ. ഭവാനി പറയും, നിന്റെ മുഖം കണ്ടല്ലറിയാം നീ ക്ഷണിക്കാനെന്ന് പറഞ്ഞിട്ട് അവളോട് കണക്ക് തീർക്കാൻ പോവാണെന്ന്. അഞ്ജന പറയും, അതെ അമ്മേ, ഞാൻ കണക്ക് തീർക്കാൻ കൂടി തന്നെയാ പോകുന്നേ. അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ, അജയും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ്, അവൾ അവനെ കെട്ടുന്ന്. ഇപ്പതാ അവള് കൊതിച്ചത് ഞാൻ നേടി. അജയ് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ, അത് കാണാൻ അവള് വരണം. ഇന്ന് ഞാൻ അവളുടെ എല്ലാ അഹങ്കാരവും തീർക്കും. അവളുടെ ചെകിട്ടത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ച് ഈ വെഡിങ് ലെറ്റർ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയും. എന്നാ ഞാൻ പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ അഞ്ജന പോവാൻ തുടങ്ങുമ്പോ ഭവനി അറിയും, കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോകരുതെന്നാ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ഭവാനിയും കൂടെ പോവാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് അജയ് ഇങ്ങനെ വിഷമത്തോടെ നയനയെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോ അങ്ങോട്ട് സംഗീത വരികയാണ്. ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താ, എന്റെ മോൻ മാത്രം ഇങ്ങനെ. അജയ് പറയും, അമ്മയും കൂടെ ചേർന്നല്ലേ ഒരുക്കങ്ങൾ നടത്തുന്നത്, അമ്മ പൂർണ്ണ മനസ്സോടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മോന് തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി അമ്മ അഭിനയിക്കുന്നു. അപ്പൊ അജയ് പറയും, എല്ലാവരുടെയും സന്തോഷം, പക്ഷേ ഈ മോന്റെ സന്തോഷം അമ്മ കാണുന്നില്ല അല്ലേ? സംഗീതയ്ക്ക് സങ്കടവും. അങ്ങനെയൊന്നും പറയില്ലേടാ. അജയ് പറയും, ഈ വീട്ടിലിരുന്നിട്ട് ശ്വാസം മുട്ട എനിക്ക്. വിവാഹം മുടക്കാൻ പല വഴികളുണ്ടായിരുന്നു, പക്ഷെ അടഞ്ഞുപോയി. ഇപ്പോ നല്ല പേടിയുണ്ട് എനിക്ക്, ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിന്ന് കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടി. സംഗീത പറയും, എന്റെ മകൻ ജീവിതകാലം മുഴുവൻ കരയേണ്ടത് കാണേണ്ടി വരില്ലോ ഞാൻ. എന്റെ ഒരു മോൻ പോയി, ഈ മോനെ ഇങ്ങനെ ഇത് കണ്ട് ജീവിക്കാനാണല്ലോ എന്റെ വിധി എന്ന് പറഞ്ഞ് സംഗീത കരയുമ്പോ അജയ് സംഗീതയെ ചേർത്ത് പിടിക്കൂട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിനെ ആട്ടോ. ഭൂമി എന്തോ ഒരു ലെറ്റർ എഴുതിയിട്ട് പുറത്തു പോകാൻ നിൽക്കാട്ടോ. അപ്പോ അച്യുതന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയും, ഇത് ശങ്കരനാരായണൻ സാറിനുള്ള കത്താണ്, അമ്മയെ രക്ഷിക്കാൻ എന്തെങ്കിലും ലൂക്ക് ഹോൾ ഉണ്ടോന്ന് അറിയാൻ. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. കുറെ ഫേമസ് ആയ വക്കീൽസ് ചോദിക്കുന്നത് 50 ലക്ഷവും 1 കോടി രൂപയൊക്കെയാ. അമ്മയെ രക്ഷിക്കാൻ ഒരു മാർഗവും തെളിയുന്നില്ല. ഒരേ ഒരു മാർഗമുള്ളത്, അത് ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ, അജയ് സാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാന്നുള്ളതാ. അതൊക്കെ, പക്ഷെ അജയ് സാറിന്റെ ആവശ്യം അഞ്ജനയുടെ വിവാഹ പന്തലില് അതേ മുഹൂർത്തത്തിൽ വെച്ച് ആ ഹോളിൽ വെച്ച് നടക്കണം എന്നാ. അഞ്ജനയും ഭവാനിയും ഒക്കെ ഫ്രോഡാ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് അഞ്ജന വരുന്നത് കേട്ടോ. ആ ഭൂമിയുടെ വീടും പരിസരവും കാണുമ്പോൾ തന്നെ അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തോ അറപ്പ് ഉള്ളത് പോലെയാണ് അഞ്ജന അങ്ങോട്ട് വരുന്നത്. ഈ ചെറ്റക്കുടിലാണ് അവളുടെ താമസം. ഭൂമി വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരും കേട്ടോ. അഞ്ജന എന്താ? അഞ്ജനയ്ക്കും, ഈ ചെറ്റക്കുടിലാണോ നീ നിൽക്കുന്നത്? സൗഭാഗ്യപുരത്തെ പട്ടികൾക്ക് പോലും ഇതിനേക്കാളും വലിയ സൗകര്യമുണ്ട്. ഭൂമിക്ക് നീ സെൻസസ് എടുക്കാൻ വന്നതാണോ? അഞ്ജന അറിയും, അല്ല, നിന്നെ എന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. അപ്പൊ ഭൂമി അറിയും, അകത്തേക്ക് വാ, വരൂ. അഞ്ജനയ്ക്ക് കയറാനൊന്നും താല്പര്യമില്ല, ആ വീടും പരിസരവും ഇഷ്ടമാത്തോണ്ടാട്ടോ. അതിന്റെ അകത്ത് കയറി ഇപ്പൊ തന്നെ പറയും, ഇതിന്റെ അകത്ത് എങ്ങനെ കഴിയുന്നു, ശ്വാസം മുട്ടുക, ഹൊറബിൾ.
ഒരു വല്ലാത്ത ദുർഗന്ധം. ഭൂമിയറിയും അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ ഗന്ധം അത് അഞ്ജനയ്ക്ക് ശീലമില്ലാത്തോണ്ടാ. അഞ്ജന പറയും ദാ ആ ഭാഗത്തുനിന്ന് ദുർഗന്ധം. ഭൂമി അറിയും അവിടെയാ കിച്ചൺ, അത് ആഹാരത്തിന്റെ ഗന്ധോ. അല്ല നിങ്ങൾ അവിടെ ആഹാരം പെർഫ്യൂം അടിച്ചാണോ കഴിക്കുന്നത്? ഇരിക്കി. അങ്ങനെ അഞ്ജന അവിടെ ഇരിക്കാനായിട്ട് പോവും. പക്ഷെ അവിടെ ഇരിക്കാനും തോന്നാതെ എന്ന് പറഞ്ഞ് എണീക്കും. എന്നിട്ട് വെഡിങ് ലെറ്റർ ഭൂമിക്ക് കൊടുക്കും. ഭൂമി അത് വായിച്ചു നോക്കേ. നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിൽ സന്തോഷം. അഞ്ജന പറയും നിന്നെ വീട്ടിൽ വന്ന് വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. നീ പറഞ്ഞിരുന്നല്ലോ അജയ് നീ കെട്ടുന്നേ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ചെറ്റക്കുടിലേക്ക് ഞാൻ വന്നേ ചായക്കടക്കാരിയായി നിന്നെ ക്ഷണിച്ചത് എന്തിനാണെന്ന്? ഇങ്ങനെ പറയുന്നൊക്കെ ഭൂമിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അഞ്ജന പറയും നീ വിവാഹത്തിന് വരണം, അവൻ എന്നെ കെട്ടുന്നത് നീ കാണണം. നീ അജയെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിന്റെ കുടുംബത്തെ ഒന്നിച്ച് ക്ഷണിക്കണമെന്ന് കരുതിയതാ. പക്ഷെ അമ്മ ഇവിടെ ഇല്ലല്ലോ, ജയിലിലാണല്ലോ. സ്വന്തം ഭർത്താവിനെ കൊന്നതിനെ സമ്മതിച്ചു. ബെസ്റ്റ് ഫാമിലി. ഭൂമിക്ക് എല്ലാം കേട്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കാട്ടോ. അങ്ങനെ അഞ്ജന കയ്യിലുള്ള പൈസ എടുത്തിട്ട് കൊടുക്കും. ദാ ആ കല്യാണത്തിന് വരാനുള്ള വഴിച്ചെലവിന് ഇരുന്നോട്ടെ, എന്റെ സമ്മാനാ. ഭൂമിയരും ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കാം. അഞ്ജനയ്ക്കും നീ വരുമല്ലോ അല്ലേ? ഭൂമി അറിയും വരണോ? അഞ്ജന പറയും വരണം. ഭൂമി അറിയും എന്നെ വരുത്തിയ നീ അടങ്ങുള്ളേ. എന്നെ പരിഹസിച്ചപ്പോ എനിക്ക് തോന്നുന്നുണ്ട് വരണമെന്ന്. അതെ, നിന്നെ പരിഹസിക്കാൻ തന്നെയാ ഞാൻ വന്ന് ക്ഷണിച്ചത്. അജയെ തട്ടിയെടുക്കാൻ നീ കുറെ ശ്രമിച്ചല്ലോ, അതിന് എന്ത് യോഗ്യത നിനക്കുള്ളത്? കൈയും കലാശവും കാണിച്ച് അജയെ വീഴ്ത്താന്നാണോ കരുതിയേ? അമ്മയുടെ അല്ലേ മോള്, ആ സ്വഭാവം കാണുമല്ലോ. ഭൂമിക്ക് അങ്ങ് ദേഷ്യം വരും. ദേഷ്യത്തിലാ നോക്കുന്നേ. ഒരഴിഞ്ഞാട്ടക്കാരിയല്ലേ നിന്റെ അമ്മ, നാടകക്കാരിയല്ലേ നിന്റെ അമ്മ. നിന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ അഞ്ജന അവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഭൂമി അത് കേട്ട ഞെട്ടല്ലേ ഒന്ന് സ്റ്റക്കാവും. ശേഷം എടി എന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. അഴിഞ്ഞാട്ടക്കാരി നീ ഇനി എന്റെ അമ്മയെ വിളിച്ച പണ്ട് നാടകത്തിന് അമ്മ ഉപയോഗിച്ച കത്തി ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ ഇങ്ങെടുക്കും. അഞ്ജന പറയും ആ കത്തി കൊണ്ടായിരിക്കും അമ്മ ഭർത്താവിനെ തീർത്തതല്ലേ? ഭൂമി പറയും വേണ്ട അഞ്ജന, നിന്റെ നല്ലതിനല്ല നീ സംസാരിക്കുന്നത്. എന്റെ അമ്മയല്ല അച്ഛനെ കൊന്നത്, അനാവശ്യം പറയരുത്. അഞ്ജന വയ്ക്കും പിന്നെ എന്തിനടി നിന്റെ അമ്മ ജയിലിൽ കിടക്കുന്നേ? ഭൂമി പറയും അത് ചിലർക്ക് പറ്റിയ തെറ്റ്, ആ തെറ്റ് ഞാൻ തിരുത്തും. അഞ്ജന പറയും നല്ലവരുടെ ഓർമ്മയ്ക്കായി അവരുപയോഗിച്ച് പലതും സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ വെറും ഒരു ഫ്രോഡായ നിന്റെ അച്ഛന്റെ കാർ എന്ന് പറയുന്ന ഈ വസ്തു എന്തിനാടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ? നിന്റെ തന്തയെ കത്തിച്ചപ്പോ ഇതും കൂടെ അങ്ങ് കത്തിക്കായിരുന്നില്ലേ? ഭൂമിക്ക് അങ്ങ് വല്ലാതെ ദേഷ്യം വരിക, കരച്ചിലും വരുന്നുണ്ട് കേട്ടോ. സങ്കടവും ദേഷ്യം ഒക്കെ കൂടെ നിൽക്കുമ്പോ അഞ്ജന പറയും അവളുടെ അച്ഛന്റെ ഒരു പുന്നാര കാറ് എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത കാറിൽ എറിയാൻ തുടങ്ങുമ്പോഴേക്കും ഭൂമി ഡി എന്ന് വിളിച്ച് ഒരു വടിയെടുത്ത് അഞ്ജനയെ തല്ലാൻ വരും. എടി എന്റെ അച്ഛനാടി ഇത് എന്ന് പറഞ്ഞിട്ട് ആ വടിയെടുത്ത് അങ്ങോട്ട് അടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഏയ് എടി എന്ന് വിളിച്ചോണ്ട് ഭവാനി അങ്ങോട്ട് വരും. ദേഷ്യത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭവാനി മുന്നിൽ വന്ന് നിന്ന് ഭൂമിയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വയ്ക്കും. എന്താ മോളെ പേടിപ്പിക്കാണോ? അത് വേണ്ട. ഭൂമി അറിയും പേടിപ്പിക്കല്ല, ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഭവാനി അറിയും നിന്റെ അമ്മയ്ക്കൊരു കാമുകനുണ്ട്, അവരോടൊപ്പം കഴിയാനാ ഭർത്താവിനെ കൊന്നതെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. ഭൂമി അറിയും നിങ്ങളുടെ സ്വഭാവം വിളമ്പല്ലേ, എന്റെ അമ്മയെക്കുറിച്ച് നിങ്ങളല്ലാതെ വേറൊരാളും ഇങ്ങനെയൊന്നും പറയില്ല. ആരെങ്കിലും ജീവിതത്തിലും ഒരുപാട് പേരുടെ കയ്യടി വാങ്ങിച്ച് ജീവിച്ചോളാ എന്റെ അമ്മ. അഞ്ജന പറയും ഇത്രയൊക്കെ അമ്മ മഹാത്മ്യം പറയുന്ന നിനക്ക് അമ്മ ജയിലിൽ പോയതില് സങ്കടം ഉണ്ടോടി? ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു ചെറുക്കന്റെ പിറകില് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കില്ലായിരുന്നല്ലോ. ഭൂമി അറിയും എന്റെ സങ്കടം മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല എനിക്ക്. ഭവാനി അറിയും നിനക്ക് സങ്കടോ? സന്തോഷാണേ, ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാലോ, തോന്നിയ പോലെ ജീവിക്കാം, ആരെ വേണമെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു കയറ്റുകയും ചെയ്യാം. ഭൂമിക്ക് അങ്ങ് ദേഷ്യം വരും. നിർത്ത് എന്ന് അലറി വിളിച്ച് പറയുന്നവർത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് പ്രൊമോ ഒരു കിടിലം പ്രൊമോ ആട്ടോ. പ്രൊമോ ആയിട്ട് ഉടൻ തന്നെ വരാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.